ഓക്കെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ നോട്ട്. അപ്പോൾ നമ്മൾ ഡെറിവേഷൻസ് മാത്രം ഇന്ന് പറഞ്ഞു പോകാമേ, എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം പറയാം. ഡെറിവേഷൻസ്, മെയിൻ ഡെറിവേഷൻസ് എല്ലാം നമുക്കിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് തീർക്കാം. ഇതിനകത്ത് ആദ്യത്തെ ഡെറിവേഷൻ വരുന്നത് എന്താണെന്ന് അറിയാം. ബേസിക് ആയിട്ടുള്ള ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. അതൊക്കെ 10th ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ചെയ്തു പോവാം. ഡെറിവേഷൻസ് മാത്രം പറയണം. അപ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് കർവേച്ചറും അതേപോലെ തന്നെ ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് ആദ്യത്തെ ഡെറിവേഷനകത്ത് പഠിക്കാനുള്ളത്. ഇത് ഇത്രേ ഉള്ളൂ എന്നൊന്നും കരുതണ്ട. ചിലപ്പോൾ ഇതായിരിക്കും ഡെറിവേഷൻ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്തേക്കും ചോദിച്ചിട്ടില്ല എന്നാലും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി ഒരു മിറർ വരയ്ക്കുന്നു. ഒരു മിറർ വരച്ചിട്ട് എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, പോളോ മാർക്ക് ചെയ്യുന്നു, ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഒരു ലൈറ്റ് റേ പാരലായിട്ട് ഇതേ പോയിട്ട് വീഴുന്ന രീതി വരയ്ക്കുന്നു. എന്തായാലും എവിടെ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്താലും അവിടെ നോർമലുണ്ട്. നമുക്കറിയാം ഏത് നോർമലിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലും അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വന്ന് മുട്ടും മിററിൻ്റെ കേസിൽ. അപ്പം ഇത് ഒരു തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഇനിയും റിഫ്ലക്ഷൻ ഇനി ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് നമ്മുടെ നിയമം. അപ്പം ഈ തീറ്റ ആംഗിൾ തന്നെ എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് AB ആണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടെ ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാ. എന്നിട്ട് അതിനെ ജസ്റ്റ് D എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ DP എന്ന് പറഞ്ഞാൽ ഒരു നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ FD എന്ന് എടുക്കുന്നതിന് പകരം FP എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ CD എന്ന് എടുക്കുന്നതിന് പകരം CP എന്ന് എടുത്താൽ മതി. ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ പാരലൽ കൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് തീറ്റയായിരിക്കും. ഇത് മൊത്തത്തിൽ, അതായത് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ ആണെങ്കിൽ ഇതും 2 തീറ്റ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, രണ്ട് ട്രാൻസ്വേഴ്സൽ രണ്ട് പാരലൽ ലൈൻ രണ്ട് പാരലൽ ലൈൻസ് പോകുന്നു, ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പം ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇനി ഞാൻ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ പോകണം, ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോവാണേ. അതായത് ഞാൻ ആദ്യം എടുക്കുന്നത് ട്രയാങ്കിൾ BDC എടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്തിട്ട് ടാൻ തീറ്റ എടുക്കാൻ പോകണം. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് ഇവിടെ BD ആണ്, BD അഡ്ജസൻ്റ് ഇവിടെ CD ആണ്. അപ്പം BD അതുപോലെ തന്നെ എടുത്തു, BD ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുക്കാം, CD എന്ന് പറയുമ്പോൾ CP എന്ന് വേണം എടുക്കാം. ഇല്ല, ഞാൻ പറഞ്ഞു DP എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ BD ഡിവൈഡഡ് ബൈ CP എന്ന് പറയുമ്പോൾ പോള് തൊട്ട് സെൻറ്റർ വരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 6 എന്ന് എടുക്കാം. സ്മോൾ ആംഗിൾ ആകുമ്പം ട്രിഗ്നോമെട്രി കൺസെപ്റ്റ് അനുസരിച്ച് ഫോർ സ്മോൾ ആംഗിൾ ടാൻ തീറ്റേനെ നമുക്ക് എന്താക്കി എഴുതാം, ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു BD ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിൾ BDF എടുക്കുന്നു. BDF എടുത്തിട്ട് അതിനകത്ത് ഞാൻ ടാൻ 2 തീറ്റ എടുക്കാൻ പോവാണ്. അവിടെയും ഓപ്പോസിറ്റ് BD ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്, FD ആണ്. അതിന് നമുക്ക് BD ഡിവൈഡഡ് ബൈ FP ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്താണ്, BD ഡിവൈഡ് ബൈ FP എന്ന് പറയുമ്പോൾ പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്ത് ആണ്. സ്മോൾ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ടാൻ 2 തീറ്റേനെ വെറും 2 തീറ്റ ആയിട്ട് എഴുതാം. അപ്പോൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു BD ബൈ F എന്ന് വരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ബൈ 2 തീറ്റ LHS ബൈ LHS ഈസ് ഈക്വൽ ടു RHS ബൈ RHS, BD ഡിവൈഡ് ബൈ R ഹോൾ ഡിവൈഡ് ബൈ BD ഡിവൈഡ് ബൈ F ആണ്. BD ക്യാൻസൽ ആയി പോകുമ്പോൾ F മോളിൽ പോകും. അപ്പം ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, F ഡിവൈഡ് ബൈ R എന്ന് വരും. ഈ തീറ്റ ക്യാൻസൽ ചെയ്ത് പോകുമ്പം 1/2 ഈസ് ഈക്വൽ ടു F ബൈ R എന്ന് വരുന്നു. ആറിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നു R ഈസ് ഈക്വൽ ടു എന്താണ് 2F. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഡെറിവേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ ആണോ? ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഫിലിപ്പൊക്കെ ഓക്കെ ആണോ? ഫിലിപ്പേ ഓക്കെ സർ. ഓക്കെ. അപ്പം ഇത്രയുമേ ഉള്ളൂ ഫസ്റ്റ് ഡെറിവേഷൻ. രണ്ടാമത്തെ ഡെറിവേഷൻ മിറർ ഇക്വേഷൻ ആണ്. ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഇക്വേഷൻ മിറർ ഇക്വേഷൻ ആണ്. മിറർ ഇക്വേഷനകത്ത് നമ്മൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കുന്നത്, റേ ഡയഗ്രാം വരയ്ക്കുകയാണ്. റേ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ അത് ഒരു മിറർ വരച്ചിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യമായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ പോള് മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഞാൻ ഒബ്ജക്റ്റ് ബിയോണ്ട് സി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ റേ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ബിയോണ്ട് സി വരച്ചു. ഒരു ലൈറ്റ് റേ പാരലായിട്ട് വന്നു, അത് എവിടെ വന്ന് വീണു, പാരലായിട്ട് ഇവിടെ വന്ന് വീണു. റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു. അടുത്ത നമുക്ക് ഫോക്കസിൽ കൂടെ വരയ്ക്കാം, പോളിൽ കൂടെ വരയ്ക്കാം, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വരയ്ക്കാം. ഞാൻ ഈ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ് ഞാൻ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ,
സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വരും അല്ലേ. ഞാൻ ജസ്റ്റ് കുറച്ച് ഈ മിറർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ വരച്ച അനുസരിച്ച് അത് ക്ലിയർ കിട്ടത്തില്ല. ജസ്റ്റ് ഞാൻ മിറർ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്, മുകളിലോട്ടും ഇങ്ങനെ അങ്ങ് ആക്കുമെന്ന് വിചാരിച്ചു. അപ്പം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു ലൈറ്റർ വന്ന് വീണാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വന്ന വഴി എന്ത് ചെയ്യും? അത് തിരിച്ചു പോകും അല്ലേ. അപ്പം ഇവിടെ ഇങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്. ഇവിടെ ഈ രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തായിരിക്കും നമുക്ക് എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിനെ എ ബി എന്ന് എടുക്കുന്നു, ഇമേജിനെ ഞാൻ IM എന്ന് എടുക്കുന്നു, പിന്നെ ഈ ഇൻസിഡൻറ്റ് റേനെ ഞാൻ BE എന്ന് എടുക്കുന്നു. ഇവിടെ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പെർപെൻഡിക്കുലർ കൺസിഡർ ചെയ്യുന്നു N. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഞാൻ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത് സിമിലർ ആണെന്ന് ഞാൻ അങ്ങ് എടുക്കുകയാണ്. അതായത് ഏതൊക്കെയാണ് സിമിലർ എടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അതായത് ACB ആൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, നോക്കിക്കോളൂ, ഇങ്ങനെ എടുക്കാം. അതായത് BAC ട്രയാങ്കിൾ BAC ആൻഡ് ട്രയാങ്കിൾ MIC ആർ സിമിലർ എന്നങ്ങ് എടുക്കുകയാണ്. ആർ സിമിലർ. നിങ്ങളെല്ലാം CBSE ICSE പഠിച്ച പിള്ളേരായതുകൊണ്ട് തന്നെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡ്സ് എന്താണ് റേഷ്യോയിലാക്കാം, അല്ലെങ്കിൽ പ്രപ്പോർഷണലാക്കാം അല്ലേ. അപ്പം അത് നമുക്കിങ്ങനെ എഴുതാം, AB ഡിവൈഡഡ് ബൈ IM ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ IC എന്ന് എഴുതാം. അതായത് നമുക്കറിയാലോ, ഇപ്പം ഈ ഒരു ട്രയാങ്കിളും ആണ് സിമിലർ ആയിരിക്കുന്നത്. അപ്പം ഈ സൈഡിൻ്റെ ഈ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സൈഡിൻ്റെ റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സൈഡിൻ്റെ റേഷ്യോ ഈക്വൽ ടു ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സൈഡിൻ്റെ റേഷ്യോ. അപ്പം അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എടുക്കാൻ നമുക്കിവിടെ രണ്ട് സൈഡ് മതി എന്നുള്ളതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിൻ്റെ റേഷ്യോ ആക്കി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതും ഒന്ന് ആലോചിക്കുക. ഇനി അടുത്ത രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആക്കി എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ IMF ആൻഡ് ട്രയാങ്കിൾ ENF ആർ സിമിലർ എന്നങ്ങ് എടുക്കുകയാണ്. ആ പ്രൂവ് ഒന്നും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് സിമിലർ എന്നങ്ങ് എടുത്താൽ മതി. അപ്പം അവിടെ നമുക്ക് സൈഡ് പ്രപ്പോർഷനാണ്. എന്തെന്ന് എടുക്കാം? EN ഡിവൈഡഡ് ബൈ എന്താണ്? IM ഈസ് ഈക്വൽ ടു NF ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുക്കാം? NF ഡിവൈഡഡ് ബൈ IF എന്ന് എടുക്കാം. ഓക്കെ, ഈ EN എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ LHSും ഇതിൻ്റെ LHSും എന്താണ്? സെയിം ആയിട്ട് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ EN ABക്ക് തുല്യമായതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ട് ലെഫ്റ്റ് സൈഡിൽ AB ബൈ IM അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ 1 ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 ആൻഡ് 2 ഇക്വേഷൻ 1 ആൻഡ് 2നെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AC ബൈ IC ഈസ് ഈക്വൽ ടു NF ഡിവൈഡഡ് ബൈ IF എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് കാര്യങ്ങൾ ACക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് അല്ലേ? ഈ AC കണ്ടുപിടിക്കാൻ വേണ്ടി മൊത്തം ഈ APയിൽ നിന്ന് PC മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കോളൂ, ഞാൻ വേറൊരു കളർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, എനിക്ക് ഇത്രയും ഡിസ്റ്റൻസ് മതി. ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ഇത്രയും ഭാഗം അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? അപ്പോൾ ACനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കത്തില്ലേ? അതായത് PA മൈനസ് PC എന്നാക്കാം അല്ലേ? PA മൈനസ് PC എന്ന് വേണമെങ്കിൽ ആക്കാം. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ ACനെ എന്താക്കാൻ പോവാ? ACനെ ഞാൻ PA മൈനസ് PC എന്നാക്കാൻ പോവാ ഡിവൈഡഡ് ബൈ IC. നമുക്ക് എന്തെടുക്കാം? IC എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇത്രയും അല്ലേ? ഇത്രയത്തിന് നമുക്ക് PCയിൽ നിന്നും PI മൈനസ് ചെയ്യാമല്ലോ. PCയിൽ നിന്നും PI മൈനസ് ചെയ്യാം. PCയിൽ നിന്നും PI മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IC കിട്ടും, ശരിയല്ലേ? അതുകൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? PCയിൽ നിന്നും PI മൈനസ് ചെയ്തു ഈസ് ഈക്വൽ ടു PCയിൽ നിന്നും PI മൈനസ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് NF ആണ്. NF എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു NP എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് NFനെ നമുക്ക് വേണമെങ്കിൽ FP എന്ന് എടുക്കാം. FP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ തൊട്ട് ഫോക്കസ് വരെ ദൂരം ആയതുകൊണ്ട് അത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഞാൻ ഇത് FP എന്ന് തൽക്കാലം എഴുതുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഫോക്കൽ ലെങ്ത് ആക്കാം. പിന്നെ ഇവിടെ IF ആണ്. IF ഒന്ന് നോക്കി, IF എന്ന് പറയുമ്പോൾ ഇത്രയുമേ ഉള്ളൂ. ഇത്രയും ഇവിടെ തൊട്ട് ഇത്രയേ ഉള്ളൂ. IF കണ്ടുപിടിക്കാൻ വേണ്ടി PIയിൽ നിന്ന് PF മൈനസ് ചെയ്താൽ പോരെ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? PIയിൽ നിന്ന് PF മൈനസ് ചെയ്യുന്നു. ഇനി ഇതിനെല്ലാം വാല്യൂ എടുക്കുമ്പോൾ PA എന്ന് പറഞ്ഞാൽ എന്താ? പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് PA, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണല്ലോ. ലെഫ്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആണ് സൈൻ കൺവെൻഷൻ വെച്ചിട്ട്. അപ്പം നെഗറ്റീവ് യു എന്ന് എടുക്കാം. മൈനസ് PC, പോള് തൊട്ട് സെൻറ്റർ വരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, അതും ലെഫ്റ്റിലോട്ടാണ്, അതുകൊണ്ട് നെഗറ്റീവ് R ഡിവൈഡ് ബൈ PC നെഗറ്റീവ് R മൈനസ് PI, പോള് തൊട്ട്
രണ്ട് ഇമേജ് വരെയുള്ള ദൂരം രണ്ട് ഈ ഡിസ്റ്റൻസ് ആണ് പി ഐ. അപ്പോൾ അത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ് നെഗറ്റീവ് വി ഈസിക്കൽ ടു എഫ് പി എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആണ്, അതും ലെഫ്റ്റിലോട്ടാണ് നെഗറ്റീവ് ഡിവൈഡ് ബൈ പി ഐ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പോളോട്ട് ഇമേജ് വരെയുള്ള നെഗറ്റീവ് വി മൈനസ് പി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് പി തന്നെയാണ്. അതിനെ നമുക്ക് എന്തെടുക്കാം നെഗറ്റീവ് എഫ് എന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഇതിനടുത്ത സ്റ്റെപ്പിൽ നെഗറ്റീവ് യു പ്ലസ് ആർ എന്നാക്കുകയാണ്. ഇവിടെ നെഗറ്റീവ് ആർ പ്ലസ് വി എന്നാക്കുകയാണ്. ഈസിക്കൽ ടു എന്താ നെഗറ്റീവ് എഫ് ഡിവൈഡ് ബൈ നെഗറ്റീവ് വി പ്ലസ് എഫ് എന്നാക്കുകയാണ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്, സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പം നെഗറ്റീവ് യു പ്ലസ് ആർ ഇൻറ്റു നെഗറ്റീവ് വി പ്ലസ് എഫ് ഈസിക്കൽ ടു ഇവിടെ നെഗറ്റീവ് എഫ് ഇൻറ്റു നെഗറ്റീവ് ആർ പ്ലസ് വി എന്നാക്കുകയാണ്. ഇനി ഓരോന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് യു ഇൻറ്റു നെഗറ്റീവ് വി പ്ലസ് എഫ് പ്ലസ് ആർ ഇൻറ്റു നെഗറ്റീവ് വി പ്ലസ് എഫ് എന്ന് എഴുതാം. ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് എഫ് ഇൻറ്റു നെഗറ്റീവ് ആർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആർ എഫ്, നെഗറ്റീവ് എഫ് ഇൻറ്റു പോസിറ്റീവ് വി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വി എഫ് അല്ലെങ്കിൽ എഫ് വി എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വി എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് യു വി. അപ്പം പോസിറ്റീവ് യു വി പിന്നെ നെഗറ്റീവ് വി ഇൻറ്റു പോസിറ്റീവ് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് യു എഫ് പ്ലസ് വരുന്ന അവിടെ നെഗറ്റീവ് വരുവാണ്, കാരണം ആർ ഇൻറ്റു നെഗറ്റീവ് വി ആണ്. അപ്പം നെഗറ്റീവ് ആർ വി എന്ന് വരുന്നു പ്ലസ് ആർ എഫ് ഈസിക്കൽ ടു എന്താണ് ആർ എഫ് മൈനസ് എന്താണ് എഫ് ഇ. ഇവിടെ ഈ ആർ എഫും എന്ത് ചെയ്തു കട്ട് ചെയ്ത് കളഞ്ഞു. ആർ എഫും കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും ആർ എഫും കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ് യു വി മൈനസ് യു എഫ് മൈനസ് ആർ വി ഈസിക്കൽ ടു നെഗറ്റീവ് എഫ് ഇ എന്നാണ്. ഞാൻ തന്നെ ഈ ആറിന് മാത്രം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈ സാധനം അറിയത്തില്ല നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഇവിടെ വെച്ച് സ്റ്റക്കായി പോകും. ആറിന് ഞാൻ 2f എന്ന് കൊടുക്കുകയാണ്. അപ്പം യു വി മൈനസ് യു എഫ് മൈനസ് ആറിന് വരും 2f എന്ന് കൊടുക്കുകയാണ്. 2f എന്ന് വരും മൈനസ് എഫ് ഇ. ഈ മൈനസ് 2f നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം യു വി മൈനസ് യു എഫ് ഈസിക്കൽ ടു നെഗറ്റീവ് എഫ് ഇ പ്ലസ് എന്തെന്ന് വരും 2f എന്ന് വരും. ഇത് രണ്ടെണ്ണം ചെയ്യുമ്പം രണ്ട് മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ മൈനസ് ചെയ്യുന്ന പോലെയാണ് കിടക്കുന്നത്. രണ്ട് എഫ് ഇയിൽ നിന്ന് ഒരു എഫ് ഇ മൈനസ് ചെയ്യുമ്പോൾ ഒരു എഫ് ഇ. യു വി മൈനസ് യു എഫ് ഈസിക്കൽ ടു എന്താണ് എഫ് വി എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി എല്ലാ ടൈമിനെയും യു വി എഫും കൊണ്ട് ഡിവൈഡ് ചെയ്യാമാണ്. യു വി എഫ് ഇവിടെയും യു വി എഫ് ഇവിടെയും യു വി എഫ്. ഇവിടെ യു കട്ട് വി വി കട്ട്, ഇവിടെ യു കട്ട് എഫ് എഫ് കട്ട്, ഇത് എഫ് എഫ് കട്ട് വി വി കട്ട്. അപ്പോൾ ബാക്കി ഇവിടെ 1/f മൈനസ് ഇവിടെ 1/v ഈസിക്കൽ ടു ഇവിടെ 1/u. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ മൈനസ് വിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് വി. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 1/f ഈസിക്കൽ ടു 1/u പ്ലസ് 1/v എന്നാണ് വരേണ്ടത് ഇല്ലേ? പക്ഷെ നമുക്ക് തിരിച്ചു എഴുതാമല്ലോ, 1/v പ്ലസ് 1/u എന്ന് എഴുതാമല്ലോ. അങ്ങനെ പഠിക്കണം, കാരണം ലെൻസ് ഫോർമുല വരുമ്പോൾ 1/v മൈനസ് 1/u എന്നാണ്. അപ്പോൾ അത് ആ സെയിം രീതിയിൽ തന്നെ ഇതും പഠിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ 1/f ഈസിക്കൽ ടു 1/v പ്ലസ് എന്തെന്ന് എടുക്കാം 1/u എന്ന് എടുക്കാം. ഇതായിരിക്കും മിറർ ഫോർമുല. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. അടുത്ത ഡെറിവേഷനിലേക്ക് പോവാണ്. റിയയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? റിയ ഉണ്ടോ അതോ ചുമ്മാ പറയുകയാണോ? ഹലോ, കേട്ടില്ല. ഓക്കെ ഫൈൻ. ഏഞ്ചൽ ഓക്കെ ആണോ? ഏഞ്ചൽ, ഹന്ന? അതെ സർ, ഓക്കെ ആണ്. റിയോണ ഓക്കെ ആണോ? റിയോണ കയറിയില്ലേ? റിയോണ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് m is equal to it is a ratio of height of image to height of object ആണ് hi/ho. ഇനിയും it is a ratio, വേറെ രീതി കൂടെ പറയാം, it is a ratio of എന്താണ്, it is a ratio of image distance to object distance v/u. പക്ഷേ സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവും കൂടെ വരും എന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഓർത്ത് വെച്ചോണം. മിററിൻ്റെ കേസിലാണിത്, ലെൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും മാറും എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഇനി യുവും എഫും എമ്മും തമ്മിലുള്ള റിലേഷനും
വിയും എഫും എമ്മും തമ്മിലുള്ള റിലേഷനും ചിലപ്പം ന്യൂമറിക്കലൊക്കെ വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് 2 മാർക്കിന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യുവും എഫും എമ്മും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? മിറർ ഫോർമുല എടുത്തിട്ട് 1/f = 1/v + 1/u അല്ലേ. അപ്പം യുവും എഫും എം ആണെങ്കിൽ എന്ത് ചെയ്യണം അറിയാമോ? ഇതിനെ എല്ലാ ടേമിനെയും യുവും കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യുവും കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് u/f ആവും, ഇത് u/v ആവും, ഇത് u/u ആവും. ഇത് വെട്ടുമ്പോൾ 1 വരും. അപ്പം u/f - 1 = u/v ആവും. അവിടെ നിന്ന് ഇവിടെ LCM എടുക്കുമ്പോൾ u - f/f = u/v ആവും. അവിടെ നേരെ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് u/v അല്ലല്ലോ എം, v/u അല്ലേ എം. അപ്പോൾ ഇതിനെ നേരെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പം f/u - f = v/u. v/u എം ആണ്. അപ്പം m എന്തെന്ന് എഴുതാം? f/u - f എന്ന് വരും. ഇതാണ് യുവും എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ. ഇനി വിയും എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, മിറർ ഫോർമുല അങ്ങോട്ട് എഴുതുക. 1/f = 1/v + 1/u എഴുതുക. എന്നിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഇൻറ്റു v ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് v/f = വിയും വിയും കട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് എന്താ v/u ആണല്ലോ. v/u എം ആണ്. 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ v/f - 1 = m എന്ന് വരുന്നു. v - f/f = m എന്ന് വരുന്നു. അവിടെ ഒന്ന് അത്രേ ഉള്ളൂ, അതേ ഉള്ള ആൻസർ. അപ്പോൾ എമ്മും വിയും എഫും തമ്മിലുള്ള റിലേഷനായി. ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ 2 മാർക്കിനോ എല്ലാം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് പറയാനുള്ളത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു കൺസെപ്റ്റ് പറയാനുണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നോക്കിക്കോളൂ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഒരു 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 ഞാൻ എൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞു തരാം. ഒരു റിഫ്രാക്റ്റിംഗ് മീഡിയം, ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ്, അത് ഒരു ഡെൻസർ മീഡിയത്തിനെയും റെയർ മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ലൈറ്റ് റേ രണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്നു. ഇത് നമ്മളിവിടെ നോർമൽ വരയ്ക്കണം. ഇതാണ് നോർമൽ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം? ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആവുന്നു. ഞാൻ അതേ ടോർച്ച്, ഇത് ടോർച്ചാണെന്ന് വിചാരിച്ചു, അതേ ടോർച്ച് കുറച്ചൊന്ന് ചരിച്ചിട്ട് ഇപ്പോൾ വേണ്ട ഇങ്ങനെയാണ് ഇതിൽ വീഴ്ത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ നോർമൽ എന്തായാലും വരച്ചിരിക്കണം. അപ്പം ഇവിടെ ഇതാണ്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്ത് ചെയ്യും? കുറച്ചുകൂടെ കൂടും. അപ്പം ഇതെന്താണ്? ഇതും 6. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വേണ്ട ഇവിടെ ഒന്ന് വേണ്ട ഇങ്ങനെ പോകുന്നു. അടുത്തത് വേണ്ട ഇവിടെ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്ന് വീഴുമ്പോൾ നോക്കിയോളൂ, ഇവിടെ വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ നോർമൽ വരയ്ക്കുക. ഈ സമയത്ത് ഇത് ലൈറ്റ് റേ രണ്ട് ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകത്തില്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. ഓക്കെ, അതിനെ ചില സ്കൂളുകാർ IC എന്ന് പഠിപ്പിക്കും, ചിലർ C എന്ന് തന്നെ പഠിപ്പിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പം എപ്പോഴും ആലോചിച്ചോണം, എല്ലാ മെറ്റീരിയൽസിനും, റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽസിനും എന്തുണ്ട്? ഒരു ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂ ഉണ്ട്. ആ ക്രിട്ടിക്കൽ ആംഗിൾ വാല്യൂവിൽ തന്നെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനിയും ആ ടോർച്ചിനെ കുറച്ചുകൂടെ ചരിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരിക്കുമല്ലോ ഇത് വന്ന് വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? റിഫ്രാക്റ്റ് ചെയ്യത്തില്ല, പകരം ഓൾറെഡി ഇപ്പോൾ 90 ഡിഗ്രി റിഫ്രാക്ഷനായി, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, ഇനി റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഇതിനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മഴവിലുണ്ടാകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നത് എല്ലാം ബ്രോഡ്ബാൻഡിൻ്റെ സഹായത്തോടെ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ്. അത് ബ്രോഡ്ബാൻഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രോഡ്ബാൻഡിന് എങ്ങനെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു? ഇപ്പം നിലവിൽ വയേർഡല്ല, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെക്കാട്ടിലും കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കൽ സിഗ്നൽ വഴിയാണ് ഇപ്പം ഈ ബ്രോഡ്ബാൻഡുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ത്രൂ നെറ്റ് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ എല്ലാം നമ്മുടെ ലാറിംഗോസ്കോപ്പി എന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ സ്റ്റെതസ്കോപ്പ്, ഇതെല്ലാം തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനോൺ കൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ഇക്വേഷനും ഇവിടെ നിന്ന് കുറേ ന്യൂമറിക്കൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ മൂന്നാമത്തെ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും കൂടുതൽ ന്യൂമറിക്കൽ ചോദിക്കുക. അതായത് നമുക്കറിയാം, ഈ മൂന്നാമത്തെ കൺസെപ്റ്റിനകത്ത് നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സ്നെൽസ് ലോ നമുക്കറിയാം, sin I ഡിവൈഡഡ് ബൈ sin R ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1. ഇങ്ങനെയാണല്ലോ, N2 ബൈ N1 ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഇല്ലയോ?
ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല പഠിച്ചത് അല്ലെങ്കിൽ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചോളൂ. sin i ബൈ sin r എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ മൂന്നാമത്തെ കേസിൽ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ. അപ്പോൾ സൈൻ ഐ സി എന്ന് എടുക്കാം, അല്ലെങ്കിൽ സൈൻ സി എന്ന് വേണമെങ്കിലും എടുക്കാം. ഡിവൈഡ് ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ അവിടെ 90 ഡിഗ്രി അല്ലേ, ഈസിക്കൽ ടു ഇവിടെ നോക്കിയേ, ഇവിടെ ഈ മീഡിയം ഞാൻ എയർ ആയിട്ട് എടുക്കുക. റെയർ മീഡിയത്തിന് എയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ N2 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? 1 ആയിരിക്കും. അപ്പം N2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ N2 എന്ന് പറയുന്നത് 1 ആയിട്ട്, അതായത് രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത് എയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്, അത് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് എപ്പോഴും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ, അപ്പോൾ പിന്നെ N1 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് N എന്ന് എടുത്താൽ മതി. സൈൻ 90 1 ആണ്, അപ്പോൾ നമുക്ക് സൈൻ ഐ സി ഡിവൈഡ് ബൈ 1 ഈസിക്കൽ ടു 1 ബൈ N എന്ന് വരുന്നു. അപ്പം ഈ N ആരുടെയാണ്? ഡെൻസർ മീഡിയ, അതായത് ആ ഏത് മീഡിയത്തിൽ നിന്ന്, അതായത് ആ എന്താ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ N മോളി വരണം, സൈൻ ഐ സി താഴെ വരണം. അപ്പോൾ നമുക്ക് N ഈസിക്കൽ ടു 1 ബൈ സൈൻ ഐ സി എന്ന് കിട്ടും. ഇത് ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്? അതായത് ആ ഡെൻസർ മീഡിയത്തിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ട്രാവൽ ചെയ്യണം. അടുത്തത് അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എന്താണ്, സോറി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അതിൽ 90 ഡിഗ്രി റിഫ്രാക്ട് ചെയ്യുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഇത് പഠിക്കണം, ചോദിക്കും. ഇനിയും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ എന്താണ് ആപ്ലിക്കേഷനാണ് ഈ ഡയമണ്ട് സ്പാർക്കിൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് മിറാഷ്, നിങ്ങൾ വണ്ടിയിലൊക്കെ അല്ലെങ്കിൽ എന്താണ് മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ മരുപ്പച്ച, അതായത് വെള്ളം കിടക്കുന്നൊരു ഫീല് കിട്ടും, പക്ഷെ അടുത്ത് വരുമ്പോൾ വെള്ളമല്ല. ഇല്ല, നമ്മുടെ ആ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് നല്ലതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും NH യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിന് ഒരു 100 മീറ്റർ മുമ്പിലായിട്ട് ഒരു വെള്ളം കിടക്കുന്നൊരു ഫീല് വരും, അടുത്ത് ചെല്ലുമ്പോൾ അത് വെള്ളമല്ല, അതെല്ലാം മിറാഷാണ്. അതെല്ലാം ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒപ്റ്റിക്കൽ ഫൈബറാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്കും ഒപ്റ്റിക്കൽ ഫൈബറിന് 3 പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കോറുണ്ട്, ഒന്ന് ക്ലാഡിംഗ് ഉണ്ട്, ഒന്ന് അതിൻ്റെ കവറുണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ ഈ കോർ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഹൈ ക്വാളിറ്റി എന്താണ് സെൻട്രൽ സിലിണ്ടറിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു 1.7 ആയിരിക്കും എന്ന് വിചാരിച്ചു. ക്ലാഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോറിനെ സറൗണ്ട് ചെയ്യുന്നൊരു പാർട്ടാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന് വിചാരിച്ചോ. ഇനി ഇത് കവറുണ്ട്, ഇതിൻ്റെ രണ്ടിനെയും കേസിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. നോട്ടിനകത്തുണ്ട്, ജസ്റ്റ് നോക്കട്ടെ, അത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ പടം തന്നെ ഇങ്ങനെയാണ്. നടുക്ക് ജസ്റ്റ് ഒരു ട്യൂബ് തന്നെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഒരു ട്യൂബ് പോകുന്നു. ഇത് ആണ് അതിൻ്റെ കോർ എന്ന് പറയുന്നത്. അതിൻ്റെ വെളിയിൽ വീണ്ടും എന്തുണ്ട്? ഒരു ക്ലാഡിങ് ഇതുണ്ട്, ഇങ്ങനെ ക്ലാഡിങ് ഇങ്ങനെയാണ് പോകുന്നത്. 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് ചിന്തിക്കണം കേട്ടോ. ക്ലാഡിങ് ഇങ്ങനെ പോകുന്നു. ഇനി അതിൻ്റെയും വെളിയിൽ ഒരു ചെറിയൊരു തിന്നായിട്ടുള്ള ഒരു കേസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. ചെറിയൊരു ഉണ്ടോ, ഇങ്ങനെ 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ എഴുതുന്നുണ്ട്. ഞാൻ തൽക്കാലം ആ കവർ വരയ്ക്കുന്നില്ല. ഇവിടെ ഒരു കവറും കൂടെ ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിച്ചാൽ മതി. അപ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.7, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. നോക്കിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് എപ്പോഴും ഡെൻസർ ആയിരിക്കും, റെയർ ആയിരിക്കും. ഒരു ലൈറ്റ് വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ വീഴുവാണ്, നോക്കിയോ, അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പം ലൈറ്റ് ഇവിടെ നോക്കിയേ, ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് ഇനി സഞ്ചരിക്കേണ്ടത്. ഇതെല്ലാം എന്താണ് ട്രാൻസ്പെറൻ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും ഇങ്ങോട്ട് റിഫ്രാക്ഷൻ നടക്കേണ്ടതാണ്, പക്ഷെ വന്ന് വീഴുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീഴുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് വീഴും. സെയിം പ്രോസസ്സ് ഇവിടെ നടക്കും, ഇങ്ങനെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ സ്പീഡിൽ പോകും. ഇനി വയർ ഒന്ന് ജെർക്കായാലും, മറ്റേ ഇലക്ട്രിക്കൽ സിഗ്നൽ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ വയർ ജെർക്കായി കഴിഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തില്ല, നെറ്റ് കട്ടായി പോകും. പക്ഷേ ഇത് ഇച്ചിരി ജെർക്കായിട്ടിരുന്നാലും തന്നെ ഇങ്ങനെ ജെർക്കായിട്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് ജെർക്കായിട്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇവിടെ ജെർക്കാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് വീണിട്ട് കണ്ടോ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ട് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വയർ ജെർക്കായാലും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ് നമ്മുടെ ലാറിംഗോസ്കോപ്പിക്ക്, അതായത് വയറ്റിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വായിക്കൂടൊക്കെ ട്യൂബ് ഇറക്കത്തില്ലേ, അതിനാണ് എൻഡോസ്കോപ്പി, ലാറിംഗോസ്കോപ്പി എന്നൊക്കെ പറയുന്നത്.
അപ്പം അതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഈ സംഭവം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത ഡെറിവേഷനിലേക്ക് പോവാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ, റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ്. റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ബോണസ് ആയിട്ട് കിട്ടും. സ്പെരിക്കൽ സർഫസ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കോളൂ, നമ്മൾ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് കൺസിഡർ ചെയ്യാണ്. റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ ഉൾഭാഗമാണെന്ന് വിചാരിച്ചു. ഇത് ഫുൾ ഗ്ലാസ് ആണ്. അപ്പം ഇത് ഗ്ലാസ് ആണ്, ഫുൾ ഗ്ലാസ് ആണ്, ഇതിൻ്റെ ഗ്ലാസ് മെറ്റീരിയലാണ്. ഇവിടെ എയർ ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ ആണല്ലോ. ഞാൻ ഇതിനും എന്താണ് ഒരു സെൻറ്റർ ഓഫ് കർവ്, ഒരു ഒപ്റ്റിക്കൽ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതേലോട്ട് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോലെ കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് ഒരു ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വീഴുന്നതായിട്ട് സങ്കല്പിച്ചു. നമുക്കറിയാം എവിടെ ഒരു ലൈറ്റ് റേ വന്ന് വീണാലും നമ്മൾ അവിടെ നോർമൽ വരയ്ക്കാതെ ഇനി ഒരു പരിപാടി നടക്കത്തില്ല. നോർമൽ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. നമുക്കറിയാം എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് പോകുന്നത്, റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ്. അപ്പോൾ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ഒബ്ജക്റ്റ് ആണ്, ഇതാണ് ഇതിൻ്റെ ഇമേജ് എന്ന് കരുതിക്കോ. ഈ സെൻറ്റർ ഓഫ് കർവ് ഈ നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും വന്ന് മുട്ടുന്നത്. അത് എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. ഞാനിവിടെ ട്രിഗ്നോമെട്രി ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ആയിട്ട് ഒരു ഒരു 90 ഡിഗ്രിയിൽ ഒരു 90 ഡിഗ്രി ആവുന്ന രീതി നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യണമെങ്കിൽ 90 ഡിഗ്രി ഇതായാലല്ലേ പറ്റത്തുള്ളൂ. ഞാൻ 90 ഡിഗ്രിയിൽ ഒരു കൺസെപ്റ്റ് വരയ്ക്കുകയാണ്. ഇത് പോള്, ഇത് N എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഞാൻ ഇനി ആംഗിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേയും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്നത് ഒരു ആൽഫ ആംഗിളായിട്ട് എടുത്തു. സെൻറ്റർ ഓഫ് കർവേച്ചർ ഒപ്റ്റിക് സെൻറ്റർ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ബീറ്റ ആയിട്ട് എടുത്തു. അതേപോലെ തന്നെ ഇമേജിലോട്ട് വരുന്ന റേയും ഇമേജ് റേയും നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമയായിട്ട് എടുത്തു. ഗാമയ്ക്ക് കുറച്ച് മുയലിൻ്റെ ചെവി പോലെ ഇങ്ങനെ ഒരു ചെവി പോലെ കൊടുത്തിരിക്കുകയാണ്. കാരണം 6 ഗാമയെ തമ്മിൽ തെറ്റിപ്പോകല്ലേ. കാരണം ഇവിടെ നോക്കി, നോർമലും ഇൻസിഡൻറ്റ് റേയുടെ ഇടയ്ക്ക് വരുന്ന ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമലും റിഫ്രാക്റ്റഡ് റേയുടെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഞാൻ എല്ലാ ട്രയാങ്കിളിനകത്തും ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോകണം. ആദ്യം ഞാൻ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഇതാണ്. നോക്കിക്കോളൂ, ഇതാണ്. നോക്കിക്കോളൂ, O. ഇതിന് പേര് കൊടുക്കാം, ഇത് M എന്ന് കൊടുക്കാം. OM. ഓക്കെ. ഞാൻ ആദ്യം OMN എടുക്കാൻ പോവാണ്. OMN എടുത്തിട്ട് ട്രയാങ്കിൾ OMN എടുത്തിട്ട് അതിനകത്ത് ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പോവുക. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് അല്ലേ MN ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് അല്ലേ. അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിളിലെ ON അല്ലേ അഡ്ജസൻ്റ് എന്ന് വരുന്നത്. ON എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം OP എന്ന് എടുത്താൽ മതി. കാരണം PN എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ഡിസ്റ്റൻസാണ്. അപ്പം MN ഡിവൈഡ് ബൈ എന്തെന്ന് എടുക്കാം? OP എന്ന് എടുക്കാം. ഇവിടുന്ന് വേണേൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. MN ഡിവൈഡഡ് ബൈ OP എന്ന് പറഞ്ഞാൽ എന്താ? O തൊട്ട് P വരെ, അതായത് പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, U ആണ്. അതിന് വേണമെങ്കിൽ നെഗറ്റീവ് ഇപ്പോഴേ ഞാൻ കൊടുത്തേക്കാം. അല്ലേ വേണ്ട, നെഗറ്റീവ് നമുക്ക് ഫൈനൽ കൊടുക്കാം, അതവിടെ നിൽക്കട്ടെ. ഓക്കെ. സ്മോൾ ആംഗിൾ ആകുമ്പോൾ നമുക്ക് ടാൻ തീറ്റ എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. തീറ്റ ഈസിക്കൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? MN ഡിവൈഡഡ് ബൈ U എന്ന് കിട്ടി. അതിനെ അങ്ങനെ കിടക്കട്ടെ. ഓക്കെ. അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്. അടുത്തത് ട്രയാങ്കിൾ എന്തെടുക്കുകയാണ്? MNC എടുക്കുകയാണ്. ട്രയാങ്കിൾ MNC എടുക്കുകയാണ്. അതിനകത്ത് ടാൻ ബീറ്റ എടുക്കാൻ പോവാണ്. ടാൻ ബീറ്റ എടുക്കുമ്പോൾ അവിടെയും ഓപ്പോസിറ്റ് MN ആണ്. ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ NC ആണ്. NCനെ നമുക്ക് NC എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, PC എന്ന് എടുക്കാം. MN ഡിവൈഡ് ബൈ PC എന്ന് എടുക്കുന്നു. PC എന്ന് പറയുമ്പോൾ പോൾ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ MN ഡിവൈഡ് ബൈ R എന്ന് എടുക്കുന്നു. ടാൻ ബീറ്റ സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ടാൻ ബീറ്റനെ ബീറ്റ എന്ന് എഴുതാം. അപ്പോൾ ബീറ്റ ഈസിക്കൽ ടു MN ഡിവൈഡ് ബൈ R. ഇതിനെയും ഇത് ഇക്വേഷൻ 1 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. അടുത്ത ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ്. ഓരോ ട്രയാങ്കിൾ മനസ്സിലായല്ലോ. ആദ്യം ഞാൻ എടുത്ത ട്രയാങ്കിൾ ഇതാണ്. ഈ ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ എടുത്ത ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്. ഈ ചെറിയ ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്. ഈ ചെറിയ ട്രയാങ്കിളാണ് രണ്ടാമത്തെ കേസിൽ ഞാൻ എടുത്തത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ ട്രയാങ്കിൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. നോക്കിക്കോളൂ, ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്.
അവിടെയും ഞാൻ എന്തെടുക്കുന്നു, അവിടെയും ഞാൻ ടാൻ എടുക്കുന്നു. നോക്കിക്കോളൂ, അതായത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ MNI എടുത്തിട്ട് അവിടെയും ഞാൻ എന്ത് ചെയ്യുക, ടാൻ ഗാമ എടുക്കാൻ പോകുന്നത്. ടാൻ ഗാമ ഈസിക്വൽ ടു ഓപ്പോസിറ്റ് MN തന്നെയാണ്. ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻ്റ് ഞാൻ NI എന്ന് എടുക്കുന്നില്ല, പകരം PI എന്ന് തന്നെ എടുക്കുകയാണ്. PI, ആ PI എന്ന് പറയുമ്പോഴത്തേക്കും ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് MN ഡിവൈഡ് ബൈ V എന്ന് എടുക്കാം. സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് ഗാമ ഈസിക്വൽ ടു എന്ന് എഴുതാം, MN ഡിവൈഡ് ബൈ V, ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ, നിങ്ങൾ എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ, അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഇത്, ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഇത് എയും ഇത് ബിയും ഈ വെളിയിലത്തെ ഇത് സിയും ആണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് കൊച്ചിലെ പഠിച്ചിട്ടുള്ളതാണ് എക്സ്റ്റീരിയർ ആംഗിൾ സി ഈസിക്വൽ ടു സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ A + B, ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ട്രയാങ്കിളകത്ത് ആദ്യം ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഈ ട്രയാങ്കിൾ നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഈ ട്രയാങ്കിൾ എടുത്തിട്ട് സെയിം ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ I ആണ്, ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഇത് വരും ഇല്ലേ. അതായത് ഈ ആൽഫയും ഈ ബീറ്റയും ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളാണ്, ഈ I എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെടുക്കാം, അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, അവിടെ നിന്ന് then ഇങ്ങോട്ടേക്ക് ഒന്ന് എഴുതുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് I അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് എഴുതാൻ ഇച്ചിരി വലുതാണ്. ഓക്കെ, ഓക്കെ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുതാൻ പോവാണ് I ഈസിക്വൽ ടു, അതായത് ട്രയാങ്കിൾ OMC ആണ് എടുക്കുന്നത്. അവിടുന്ന് I ഈസിക്വൽ ടു നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. അതിൻ്റെ റീസൺ എക്സ്റ്റീരിയർ ആംഗിൾ ഈസിക്വൽ ടു സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ, അടുത്ത ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞത് ഇതാണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആറും ഗാമയുമാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ MCI എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ ബീറ്റയാണ്. ബീറ്റ ഈസിക്വൽ ടു R പ്ലസ് ഗാമ എന്ന് എഴുതാം. അവിടുന്ന് R ഈസിക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, ബീറ്റ മൈനസ് ഗാമ ഈസിക്വൽ ടു R എന്ന് എഴുതാം. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും ആറും കിട്ടി Iയും കിട്ടി. ഇനി സ്നെൽസ് ലോ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ സ്നെൽസ് ലോ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നോക്കിയോ, സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R ഈസിക്വൽ ടു എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്, N2 ഡിവൈഡ് ബൈ N1 എന്നാണ് പറഞ്ഞത് ഇല്ലേ. സ്മോൾ ആംഗിൾ ആകുമ്പം സൈൻ ഐനെ I എന്ന് എടുക്കാം, സൈൻ ആറിനെ R എന്ന് എടുക്കാം. ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം, N2 ഡിവൈഡ് ബൈ N2 ഡിവൈഡ് ബൈ N1. I നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റയാണ്, R നമുക്കറിയാം ബീറ്റ മൈനസ് ഗാമയാണ്. ഈസിക്വൽ ടു എന്താണ്, N2 ബൈ N1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ നോക്കിയോളൂ, N1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈസിക്വൽ ടു N2 ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഒക്കെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MN/U ആയിരുന്നു, അത് നമ്മൾ കൊടുക്കുന്നു. ആൽഫ എന്ന് പറയുന്നത് MN/U ആണ്, അത് നമ്മൾ കൊടുക്കുകയാണ്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്, N1 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് MN ഡിവൈഡഡ് ബൈ U ആണ്, പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് MN ഡിവൈഡ് ബൈ എന്താണ്, R ആണ്. ബീറ്റ എന്ന് പറയുന്നത് MN ഡിവൈഡഡ് ബൈ R ആണ്. ഈസിക്വൽ ടു N2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് MN ഡിവൈഡ് ബൈ R ആണ്. അടുത്തത് MN ഡിവൈഡ് ബൈ V, അതായത് മൈനസ് MN ഡിവൈഡഡ് ബൈ V. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും MN കോമൺ എടുത്ത് കഴിഞ്ഞാൽ MN എല്ലാം എന്ത് ചെയ്യും, ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം രണ്ട് സൈഡിലും MN കോമൺ എടുത്തു കഴിഞ്ഞാൽ MN ക്യാൻസൽ ആയിപ്പോവും. എന്നിട്ട് ഞാൻ N1നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. N1/U പ്ലസ് N1 ഡിവൈഡ് ബൈ R ഈസിക്വൽ ടു N2 ഡിവൈഡ് ബൈ R മൈനസ് N2 ഡിവൈഡഡ് ബൈ V ആക്കുകയാണ്. സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ U മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, അതുകൊണ്ട് അതിന് മാത്രം നെഗറ്റീവ് കൊടുത്താൽ മതി. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വരും. അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ആറിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പോവാണ്. എന്നിട്ട് ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പം
മൈനസ് എൻ ടു ബൈ വി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് എൻ ടു ഡിവൈഡ് ബൈ വി ആണ്. ഓൾറെഡി ഒരു മൈനസ് എൻ വൺ ഡിവൈഡ് ബൈ യു കിടപ്പുണ്ട്. ഈസിക്വൽ ടു എൻ ടു ഡിവൈഡ് ബൈ ആർ പ്ലസ് എന്താണ് എൻ വൺ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഇവിടെ എൻ ടു അല്ല മൈനസ് വരും അല്ലേ, ഒരു സെക്കൻഡ്. എൻ ടു ബൈ ആർ ഇവിടെ കിടപ്പുണ്ട്, മൈനസ് എന്താ എൻ വൺ ഡിവൈഡ് ബൈ ആർ എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് അറിയാമോ? എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസിക്വൽ ടു രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇപ്പം നോക്കിയേ, ഇത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഒരു കേസ് പറയുകയാണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും n1. ഇതിപ്പം ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് മീഡിയം 1, ഇത് മീഡിയം 2. അപ്പോൾ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത്, ഒന്നാമത്തേൻ്റെ ഇത്. കൺഫ്യൂഷൻ ആകത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ലൈറ്റിന് അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കുമല്ലോ. അപ്പം മീഡിയം 2 ഇത്, മീഡിയം 1 ഇതാണ്. മനസ്സിലായോ? അപ്പം രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ n1 വരും. അതുകൊണ്ട് ആ രീതി വേണം പഠിക്കാനായിട്ട്. എന്താണ്? രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസിക്വൽ ടു രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ഡിവൈഡഡ് ബൈ ഒരുമിച്ച് ആറെന്ന് എഴുതിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതുപോലെ തന്നെ പഠിക്കണം. അതായത് എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഈസിക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഡിവൈഡ് ബൈ ആർ. ഇത് കാണാതെ പഠിക്കാം, പക്ഷേ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചെയ്യുന്ന സമയത്ത്, ഡെറിവേഷൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്തും n1 ഉം n2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു സാധനം പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം മൈനസ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഈസിക്വൽ ടു രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതായിരിക്കും അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഇത് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു, പറഞ്ഞുതരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. റിയ ഡൗട്ടൊന്നും ഇല്ലല്ലോ? റിയ ഓക്കെ. ബാക്കി റിയോണ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഇത് വളരെ ചെറുതാക്കിയാണ് തന്നിരിക്കുന്നത്. ഇത് തന്നെ വേണമെങ്കിൽ ഇതിപ്പോൾ കോൺവെക്സ് സർഫസ് ആണ്, ഇത് കോൺകേവ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് രണ്ടും ഒരുപോലെ ഉള്ളൂ. പക്ഷേ ഏതെങ്കിലും റിഫ്രാക്ഷൻ ആൻഡ് സ്പെറിക്കൽ സർഫസ് എന്നേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഒരെണ്ണം പഠിച്ചാൽ മതി, വെറുതെ ഇനി പഠിച്ച് കുളമാക്കണം. അപ്പം ഇത് മതി, ഇതൊരെണ്ണം പഠിച്ച് വെച്ചാൽ മതി, ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയും അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാം, ലെൻസിൻ്റെ തിൻ ലെൻസ് ഫോർമുല എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് 1/f = 1/v മൈനസ് 1/u എന്ന് പറയുന്നൊരു ഇക്വേഷൻ വരുന്നൊരു ഡെറിവേഷൻ. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറും 2f അല്ലെങ്കിൽ മിറർ ഇക്വേഷനും ഒന്നും ചോദിക്കത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മൾ വലിയ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും സ്പെറിക്കൽ ലെൻസും ഒക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ അവർ സിമ്പിളി ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അതങ്ങ് പറഞ്ഞു തരികയാണ്. നോക്കിക്കോളൂ. അല്ല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞു തന്നിട്ട് പറഞ്ഞുതരാം, കാരണം ഇതുമായിട്ട് കണക്ഷൻ വരുന്നതല്ലേ. അങ്ങനെ അങ്ങ് പോട്ടെ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്കായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കോളൂ. നമ്മളൊരു ലെൻസ് വരയ്ക്കുന്നു, ഒരു ലെൻസ് നമ്മൾ എടുക്കുന്നു, ഒരു ലെൻസ് നമ്മൾ വരയ്ക്കും. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ലെൻസ്, ഇവിടെ ഞാനൊരു എന്ത് വരയ്ക്കുന്നു, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ കൃത്യം മാർക്ക് ചെയ്യുന്നു. ഇവിടെ അതൊന്നും വേണ്ട, ഫോക്കസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെക്കുന്നു എന്നും കരുതിക്കും. ഇതാണ് ഒബ്ജക്റ്റ്. ഇതിൽ നിന്നുള്ള ഒരു ലൈറ്റ് റേ ഇവിടെ വന്നെന്ന് വിചാരിച്ചു. ശരിക്കും ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പെറിക്കൽ സർഫസ് അല്ലേ, ഒരു കോൺകേവ് ഒരു കോൺവെക്സ് സർഫസും കൂടെ ചേർന്ന്, സ്പെറിക്കൽ സർഫസും കൂടെ ചേർന്നതാണ് ഒരു ലെൻസ് എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ വന്ന് വീണു. അപ്പോൾ ഉറപ്പായിട്ട് ലൈറ്റ് റേ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും n1. അപ്പം എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പം നോർമൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ
ഇതിൻ്റെ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് ദേണ്ട് ഇവിടെ വന്ന് വീഴും. ഈ സർഫസ് ഇല്ലായിരുന്നു എങ്കിൽ ഇത് എവിടെ പോയേനെ? ഇതിങ്ങനെ വന്നിട്ട് ഈ സർഫസ് ഇല്ലായിരുന്നു എങ്കിൽ ഇത് ഇങ്ങനെ പോയി ഇവിടെ വല്ലതും വന്ന് വീണേനെ. ആണോ? ഞാൻ റിയോണയോടെയാണ് ചോദിക്കുന്നത്. റിയോണ ആണ് സർ. ഓക്കെ. പക്ഷേ ഇപ്പം ഇവിടെ ഒരു സർഫസ് ഉണ്ടല്ലോ. ഉണ്ടോ? സർഫസ് ഉണ്ടോ? റിയോണ സർ. ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? അവിടെ വീണ്ടും റിഫ്രാക്ഷൻ നടക്കുമല്ലോ. അപ്പോൾ വീണ്ടും റിഫ്രാക്ഷൻ നടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ ഇമേജ് ഇവിടെ ആയിരിക്കും വന്ന് വീഴുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഇമേജ് അല്ലേ? ഇത് ഇമേജാണ്. പക്ഷെ അത് എന്താണ്? അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നില്ല. റിയലി അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നില്ല. അത് ആ സർഫസ് ഇല്ലായിരുന്നു എങ്കിൽ ഫോം ചെയ്യും. അപ്പോൾ I' എന്ന് കൊടുക്കാം. വെർച്വലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇതാണ് ആക്ച്വലായിട്ട് ഇമേജ്. ഇനിയും 2-3 കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ അങ്ങോട്ട് പറയാൻ പോവാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ നോക്കിയേ, ABC എന്ന് പറയുന്ന സർഫസ് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അതിലോട്ട് വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഏതാണ്? OP എന്ന് കൊടുക്കാം. ആണോ റിയോണ? ആണോ സർ? ഓക്കെ. അപ്പം ABC എന്ന് പറഞ്ഞ സർഫസിന്റെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഏതാ? ഏതിന്റെ സർ? ABC എന്ന് പറയുന്ന സർഫസിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഏതാ? ഒബ്ജക്റ്റിൽ കേട്ടില്ല. അല്ല ഞാൻ ചോദിച്ചത് ABC എന്ന് പറയുന്ന സർഫസിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഏതാന്നാ ചോദിച്ചത്. സർഫസിൽ വന്ന് വീഴുന്ന ഒബ്ജക്റ്റ് OP. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതല്ലേ? U അല്ലേ? ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ സർഫസിന്റെ ഇമേജ് റേ ഏതായിരിക്കും? ആ സർഫസിന്റെ ഇമേജ് അല്ല, ഇമേജിന്റെ റേ ആ സർഫസിന്റെ PQ ആയിരിക്കും. ഓക്കെ, PQ ആയിരിക്കും. ഓക്കെ, PQയേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഈ ഇങ്ങോട്ട് QI എന്ന് പറയുന്ന റേ ശരിക്കും ഇവിടെ കാണാനില്ല. കാരണം അവിടെ രണ്ടാമത് ഞാനത് അവിടെ ആ സർഫസ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വന്ന് വീണേനെ കാണിക്കാൻ വേണ്ടി അവിടെ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഡോട്ട് ഇട്ട് വേണമെങ്കിൽ വരച്ചോണം. ഇത് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിച്ചൂടെ? ആദ്യത്തെ സർഫസിൻ്റെ ഇമേജാണ് രണ്ടാമത്തെ സർഫസ് ഇവിടെ ADC എന്ന് എടുക്കാം. ഈ രണ്ടാമത്തെ സർഫസിന്റെ ഒബ്ജക്റ്റ് ആകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചൂടെ? ചിന്തിക്കാമോ അറിയണം? അതായത് ആദ്യത്തെ സർഫസിന്റെ ഒബ്ജക്റ്റ് റേ OP ആണ്. ആദ്യത്തെ സർഫസിന്റെ ഇമേജ് റേ എന്ന് പറയുന്നത് PQ ആണ്. എന്നാൽ ഈ PQ അല്ലേ രണ്ടാമത്തെ സർഫസിലെ ഒരു ഒബ്ജക്റ്റ് റേ ആയിട്ട് വേണേൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ PQ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ I' ആണ് കിട്ടുന്നത്. അപ്പോൾ വേണേൽ നമുക്ക് ചിന്തിക്കാം I' ആണ് രണ്ടാമത്തെ സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പം അത് വേണമെങ്കിൽ കൃത്യമായിട്ട് വേണേൽ അവിടെ സൈഡിലോട്ട് എഴുതിക്കണം. I' ആക്ട് ആസ് എ വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ ദ സർഫസ് ADC. അപ്പം നോക്കിക്കോളൂ. അപ്പം ആക്ച്വൽ ഇമേജ് ഡിസ്റ്റൻസ് ഇതാണ്, അതിനെ V എന്ന് എടുക്കാം. വെർച്വൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് V' എന്ന് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കും. റിയയ്ക്ക് ഓക്കെ ആണോ? ഹന്നയ്ക്ക് ഓക്കെ ആണോ? ഹെസിയയ്ക്ക് ഓക്കെ ആണോ? ബാക്കിയുള്ളവർക്ക് ഫിലിപ്പിന് ഓക്കെ ആണോ? ദേവിപ്രിയയ്ക്ക്? ദേവിപ്രിയ? ഓക്കെ. ഇനി നോക്കിയോ, നമ്മൾ ABC എന്ന് പറഞ്ഞ സർഫസ് എടുക്കുകയാണേ. ABC എന്ന് പറഞ്ഞ ABCയുടെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഞാൻ R1 എന്ന് എടുക്കും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ, അതായത് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ സർഫസ് ABCയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ അത് ഇങ്ങോട്ടേക്കായിരിക്കുമല്ലോ. അതിനെ R1 എന്നങ്ങോട്ട് എടുത്തു. ഓക്കെ, അവിടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നിന്നും N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് മീഡിയം ഇതും സെക്കൻഡ് മീഡിയം ഇതുമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും അവിടുത്തെ ഒബ്ജക്റ്റ് റേ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് O ആണ്. അവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോക്കിയോ, ആ ABC എന്ന് പറയുന്ന സർഫസിൻ്റെ ഒബ്ജക്റ്റ് Oയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വേണ്ട ഈ Uവുമാണ്. ആണല്ലോ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം U ആണ്. ഓക്കെ ആണല്ലോ. ഇനിയും അവിടുത്തെ ഇമേജ് എന്താ? അവിടുത്തെ ഇമേജ് എന്ന് പറയുമ്പം I' ആണ്. ആ സർഫസിൻ്റെ, അതായത് ഈ സർഫസ് മാത്രമേ ഉള്ളെങ്കിൽ ഇത് നേരെ വന്നിട്ട് I' വീഴുന്നത് ഇല്ലേ? അതിൻ്റെ ഇമേജ് I' ആണ്. അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്താ? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും V' ആണ്. ഇനി ഈ സർഫസിൻ്റെ സ്പെറിക്കൽ ലെൻസിൻ്റെ ഫോർമുല എഴുതാൻ പോവാണ്. നമ്മൾ പഠിച്ചത് എന്താ?
രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇവിടെ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്, ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം, ഇവിടെ ഇമേജിലേക്കുള്ള ദൂരം ഏതാ, V' ആണ്, മൈനസ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം U ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാണ് ABC. ABC എന്ന് പറയുമ്പോൾ അല്ലെ ADC അത് തന്നെ ഇതാണ്. ഓക്കെ, ഈ ADCയുടെ റേ, ഒബ്ജക്റ്റ് റേ എന്ന് പറയുമ്പം ഈ ഇവിടെ നിന്ന് റിഫ്രാക്ട് ചെയ്ത് വരുന്ന ഈ റേ PQ അല്ലേ. അപ്പോൾ ഈ PQവിൻ്റെ ആണ് നമ്മൾ I' എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും PQ എന്ന് പറയുമ്പോൾ I' തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നെ ഇങ്ങോട്ടാണ് എടുക്കുന്നത്, അതിനെ R2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം, R2 ആയിട്ട് എടുക്കാം. ഇവിടെ ലൈറ്റ് റേ N2 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്നും N1ലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ, അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ആദ്യത്തെ സർഫസിൻ്റെ ഇമേജ് ആണ് രണ്ടാമത്തെ സർഫസിൻ്റെ ഒബ്ജക്റ്റ്. അപ്പം I' ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഏതായിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, V' ആയിരിക്കും. അവിടുത്തെ ഇമേജ് എന്താണ്, നമ്മുടെ ആക്ച്വൽ റിയൽ ഇമേജ് I ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്താണ്, അത് V ആണ്. ഇവിടെ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ല നമ്മുടെ എന്താ സ്പെറിക്കൽ ലെൻസിൻ്റെ ഫോർമുല, സ്പെറിക്കൽ സർഫസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2ഉം സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1ഉം ആണ്. ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ മറ്റേത് അങ്ങനെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം, രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ N1 ആണ്, ഡിവൈഡ് ബൈ ഇമേജിലേക്കുള്ള ദൂരം V ആണ്, മൈനസ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്, ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റ് ഇവിടെ V' ആണ്, ഈസിക്കൽ ടു രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ R2. ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും എടുത്തിട്ട് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N2 ഡിവൈഡ് ബൈ V' മൈനസ് N1 ഡിവൈഡഡ് ബൈ U പ്ലസ് N1 ഡിവൈഡ് ബൈ V മൈനസ് N2 ഡിവൈഡ് ബൈ V', അതായത് LHS എല്ലാം കൂടെ ആഡ് ചെയ്തു, ഈസിക്കൽ ടു ഇനി RHS എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. N2 മൈനസ് N1 ഡിവൈഡ് ബൈ R1 പ്ലസ് N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ N2 ബൈ V' പ്ലസ് N2 ബൈ V' മൈനസ് N2 ബൈ V' പോയി കഴിഞ്ഞാൽ ബാക്കി മൈനസ് N1 ബൈ U പ്ലസ് N1 ബൈ V ഉള്ളൂ. അപ്പം N1 ഡിവൈഡ് ബൈ V മൈനസ് N1 ഡിവൈഡ് ബൈ U ഈസിക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ R1. ഞാനിവിടെ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് N2 മൈനസ് N1 എന്ന് തന്നെ എന്ത് ചെയ്യാം, ആക്കാനായിട്ട് പറ്റും, ഡിവൈഡ് ബൈ R2 എന്നാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ N2 മൈനസ് N1, ഇവിടെ N2 മൈനസ് N1 ആയി, അതിനെ അങ്ങ് കോമൺ എടുക്കാം. ഇവിടെ N1 കോമൺ എടുക്കാം. അപ്പോൾ N1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/V മൈനസ് 1/U ആണ്, ഈസിക്വൽ ടു ഇവിടെ N2 മൈനസ് N1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/R1 മൈനസ് 1/R2 ആണ്. ഓക്കെ ആണല്ലോ. ഈ N1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 1/V മൈനസ് 1/U ഈസിക്വൽ ടു N2/N1 മൈനസ് N1 ഡിവൈഡ് ബൈ N1 എന്നാക്കാം, ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, N1 പോയി N2/N1 എന്നായി. അപ്പോൾ ഇതിനെ നമുക്ക് 1/V ഇത് നോക്കിയോ, 1/V മൈനസ് 1/U ഈസിക്വൽ ടു N2/N1 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനല്ലായിരിക്കും ചോദിക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തിട്ട് അതിൽ നിന്ന് ലെൻസ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാം കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, ഇത്രയും ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ കൊടുത്താൽ മതി. എന്താണെന്നറിയാമോ, യു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി നിൽക്കുമ്പം ഇമേജ് എവിടെയായിരിക്കും, ഫോക്കസിലായിരിക്കും. ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 1/V മൈനസ് ലെൻസ് ഫോർമുല എന്താ, 1/V മൈനസ് 1/U ഈസിക്കൽ ടു 1/F ആണ്. അപ്പോൾ ഈ 1/V മൈനസ് 1/U കിടക്കുന്നിടത്ത് 1/F കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലെൻസ് ഫോർമുല ഓക്കെ ആയി, സെറ്റായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/Vക്ക് പകരം 1/F എന്ന് കൊടുക്കാം, 1/Uന് പകരം 1/infinity എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ N2/N1 വേണമെങ്കിൽ N21 എന്ന് കൊടുക്കാം, മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അപ്പോൾ 1/F ഈസിക്വൽ ടു എന്താണ് നോക്കി, 1/V മൈനസ് 1/U കിടക്കുന്നിടത്ത് ഇപ്പോൾ എന്താ കിടക്കുന്നത്, 1/F. അതിനർത്ഥം എന്താ, 1/V മൈനസ് 1/Uവും 1/Fഉം തുല്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു എന്നാണ്. അപ്പം N21 മൈനസ്
N21 minus 1 into 1 by R1 minus 1 by R2. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നത്. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ കോൺകേവ് കോൺവെക്സ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ്, ഇപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടുള്ള റേഡിയസ് R1 ആയിട്ട് എടുക്കുന്നു. അത് എന്താണ് പറഞ്ഞോളൂ, ആർക്കെങ്കിലും എന്തിനും പറയണ്ടേ പറഞ്ഞോ. ആരോ മൈക്കോണാക്കി. സർ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ലൈക്ക് അവര് ചോദിക്കുമ്പോ മാത്രം ചെയ്താൽ മതി, മറ്റേ ലെൻസ് ഫോർമുല ഫ്രം ലെൻസ് മേക്കർ എന്ന് പറയുമ്പോൾ മാത്രം. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമുക്കിത് ഫൈനലി 1/f = അല്ലേ നമ്മുടെ ഇക്വേഷൻ അല്ലേ? നമ്മൾ സാധാരണ അവർ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ഈ കണ്ടീഷൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1/v - 1/u എന്നതിന്റെ ഭാഗത്ത് എന്ത് എഴുതിയാൽ മതി, 1/f എന്ന് എഴുതിയിട്ട് അങ്ങ് എഴുതിയാൽ പോരെ. അപ്പം ഇവര് ഇത് അതായത് ഇവർ ചോദിച്ചാൽ, അതായത് അങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാനിപ്പം സർക്കിൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഒന്ന് എഴുതിയിട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? ഓക്കെ ആണോ? അതെ സർ. ഓക്കെ. അപ്പം നോക്കിയോ, ഇനിയും ഈ ശരിക്കും ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണെന്നറിയാമോ, നമുക്ക് 1 എന്താണ്, നമുക്കിപ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നോക്കിയോ, ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. R1 എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ടുള്ളത് അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനെ നോക്കിയേ, ഇപ്പോൾ R1 ഇപ്പോൾ ഈ സൈഡിൻ്റെ റേഡിയസ് എങ്ങോട്ടാണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങോട്ട് R1 ആയിട്ട് എടുക്കുന്നു. ഈ സൈഡിൻ്റെ ഈ സ്പെരിക്കൽ സർഫസിൻ്റെ ഇങ്ങോട്ടാണ്, അത് R2 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ R1ഉം R2ഉം ശരിക്കും രണ്ടും കർവേച്ചർ സെയിം തന്നെ ആയതുകൊണ്ട് R1ഉം R2ഉം സെയിം ആണ്. അപ്പോൾ R1നെ നമുക്ക് R എന്ന് എടുക്കാം, R2നെ R എന്ന് എടുക്കാം. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് ആയതുകൊണ്ട് R1നെ ഞാൻ പോസിറ്റീവ് ആണെന്നും R2നെ ഞാൻ നെഗറ്റീവ് ആണെന്നും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/f = N21 - 1 into 1/R1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് 1/R എന്ന് കൊടുക്കാം, മൈനസ് 1/-R2 എന്ന് പറയുമ്പോൾ -R എന്ന് കൊടുക്കാം. അത് ചെയ്യുമ്പോൾ നമുക്ക് 1/f = എന്ന് വരും, N21 - 1 into എന്താണ് 1/R + 1/R എന്ന് വരും, അത് 2/R എന്നാവും. ഓക്കെ. അത് കോൺകേവ് വന്നാലും അത് തന്നെയാണ്. അപ്പോൾ R1 നെഗറ്റീവ് ആവുന്നേ ഉള്ളൂ. R1 നെഗറ്റീവ് ആവും. കോൺകേവിൻ്റെ 1 വാല്യൂ അല്ല ഇങ്ങോട്ടാണ് എടുക്കുന്നത്, 2 അതായത് 2 വാല്യൂ അല്ല അങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പം ഇതാണ് R1 ഇവിടെ -R ആയിട്ട് എടുക്കാം. R2 ഇവിടെ R2 ആണിത്, അത് നമുക്ക് പോസിറ്റീവ് R ആയിട്ട് എടുക്കാം. അങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് 1/f = എന്താണ്, N21 ചെയ്ത് നോക്കിയാൽ മതി. N21 ഇൻറ്റു നമുക്ക് 2/R തന്നെയായിരിക്കും കിട്ടുക. കോമൺ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, അതും കൂടെ കൺസിഡർ ചെയ്യണം. കോൺകേവിൻ്റെ അവിടെ ഫോക്കൽ ലെങ്ത്. അപ്പം ഇവിടെ നെഗറ്റീവ് വരും, ഇപ്പുറത്ത് നെഗറ്റീവ് വരുമ്പോൾ കോമൺ എടുത്ത് രണ്ടും നെഗറ്റീവ് കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും ഈ ഇക്വേഷൻ തന്നെ വരുന്നതായിരിക്കും. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ അവർ ചോദിക്കുക, നമ്മൾ ഒരു ലെൻസ് ഈ ലെൻസ് ഒരു പെർട്ടിക്കുലർ ലെൻസ് അതിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ് തന്നെയായിട്ട് ബിഹേവ് ചെയ്യുമോ, അതോ ഈ ലെൻസ് വേറെ ഏതെങ്കിലും ലെൻസായിട്ട് ബിഹേവ് ചെയ്യുമോ? മീനിങ് ഞാനൊരു കോൺവെക്ഷൻ ലെൻസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ കൊണ്ടുവച്ചു. അത് ചിലപ്പം ആ മീഡിയത്തിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കോൺവെക്സ് അതിനകത്തൂടെ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസിൻ്റെ തന്നെ പ്രോപ്പർട്ടി കാണിക്കുമോ, അതോ കോൺകേവിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുമോ? അത് ഈ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലെൻസ് എടുക്കുന്ന സമയത്ത് ഇത് N2 ആയിട്ട് എടുക്കുന്നു, ഇത് N1 ആയിട്ട് എടുക്കുന്നു, ഇത് N1 ആയിട്ട് എടുക്കുന്നു. ലൈറ്റ് N1ൽ നിന്ന് N2യിലോട്ട് വന്നിട്ട് N1ലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നു. അതാണ് സംഭവം. അപ്പോൾ ഞാൻ N2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് >N1 ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ലെൻസ് മേക്കേഴ്സ് ഫോമിലേക്കകത്ത് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 1/f =
1/f ഈസ് ഈക്വൽ ടു നമുക്കറിയാം n2 ഡിവൈഡ് ബൈ n1 മൈനസ് 1 ഇൻറ്റു എന്തെന്നാണ് 1/r1 മൈനസ് 1/r2 എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി n2 ഗ്രേറ്റർ ദാൻ n1 ആണ്. അപ്പം n2 ആണ് മുകളിൽ, n1 താഴെയാണ്. അപ്പം വലിയ വാല്യൂ ഡിവൈഡ് ബൈ ചെറിയ വാല്യൂ എന്ന് ചെയ്യുമ്പം നമുക്ക് ആ n2/n1ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഗ്രേറ്റർ ദാൻ 1 വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ്, അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് തന്നെയായിരിക്കും. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുന്ന ലെൻസ് എന്തായിരിക്കും? ഇതിനകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും n2/n1 1നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ഈ സൈഡ് പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പം അത് അതിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോൺവെക്സ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. എന്നാൽ ഇതല്ല കണ്ടീഷൻ n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ. n1 എന്ന് പറയുമ്പം നമ്മളിപ്പോൾ കൊണ്ട് വെക്കുന്ന ഈ മീഡിയമാണ് n1. അതിനകത്ത് n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഗ്ലാസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കി 1/f ഈസ് ഈക്വൽ ടു n2/n1 മൈനസ് 1 ഇൻറ്റു എന്താണ് 1/r1 മൈനസ് 1/r2 ആണ്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ n2 എന്ന് പറയുന്നത് മുകളിലാണ്, n1 എന്ന് പറയുന്നത് താഴെയാണ്. ജനറൽ അങ്ങനെയാണ്. പക്ഷേ താഴെയുള്ളതാണ് കൂടുതൽ, അതായത് 1/2 എന്ന് എഴുതുന്ന പോലെ ഉള്ളൂ. അപ്പോൾ താഴെയുള്ളത് കൂടുതലും മുകളിലുള്ള ചെറുതാണെങ്കിലും ഇവിടുത്തെ വാല്യൂ 1നേക്കാട്ടിലും ചെറുതായിരിക്കും. അതായത് n2/n1ൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. കണ്ടോ? അപ്പം ചിലപ്പോൾ 0.5 കിട്ടുന്നതെന്ന് വിചാരിച്ചോ. 0.5 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് 0.5 ആകത്തില്ലേ? അപ്പോൾ ഇവിടുത്തെ ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുത്താലും ഈ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. കണ്ടോ? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആകുന്ന ലെൻസ് ഏതാ? കോൺകേവ് ആണ്. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിനെയാണ് കൊണ്ട് വെച്ചത്, പക്ഷെ അതിപ്പോൾ എന്ത് സ്വഭാവം കാണിച്ചത്? കോൺകേവിൻ്റെ സ്വഭാവമാണ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ലെവലിലൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആപ്ലിക്കേഷൻ ലെവൽ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നമ്മുടെ പ്രിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെറിവേഷനാണ്. ഓക്കെ, നോക്കിക്കോളൂ. പ്രിസത്തിൻ്റെയും കൂടെ ഡെറിവേഷൻ പറഞ്ഞു തരാമേ. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസും കൂടെ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെ ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും ഇത് തീർക്കാനായിട്ട് ഡെറിവേഷൻ. പിന്നെ ന്യൂമറിക്കൽ നാളെ തന്നെ തുടങ്ങാൻ തോന്നും എന്തായാലും. എനിവേ അല്ല, ഇതിനകത്തൊരു പവറിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് നോക്കട്ടെ. അതിനകത്ത് തിൻ ലെൻസ് ഫോർമുല ഇനി 3 ഡെറിവേഷൻ കൂടെ പറയാനുണ്ട്. ഒന്ന് തിൻ ലെൻസ് ഫോർമുല പറയാനുണ്ട്, രണ്ടാമത്തേത് പവറിനെ പറ്റി പറയാനുണ്ട്, മൂന്നാമത്തേത് നമുക്ക് കോമ്പിനേഷൻ ഓഫ് ലെൻസ് പിന്നെ പ്രിസം. ഈ 4 ഡെറിവേഷൻ കൂടെ പറയാനുണ്ട്. ഇനി നമുക്ക് എടുക്കാം, നമുക്ക് ഇതങ്ങ് എടുക്കാമേ. അതായത് തിൻ ലെൻസ് ഫോർമുലയുടെ അങ്ങ് എടുത്തു തരാം, നോക്കിക്കോളൂ. തിൻ ലെൻസ് ഫോർമുല ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ സഹായം തേടുന്നു. അതായത് തിൻ ലെൻസ് ഫോർമുല അല്ലെങ്കിൽ സിംപ്ലി എന്താണ് ലെൻസ് ഫോർമുല എന്ന് ഓർത്താലും മതി. നമുക്ക് ലെൻസ് ഫോർമുല എന്താണ്? 1/f = 1/v - 1/u ആണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു റേ ഡയഗ്രം വരയ്ക്കുകയാണ് വിത്ത് കോൺവെക്സ് ലെൻസ്. അത് നമ്മൾ എന്താണ് ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുന്നു,
ഫോക്കസ് വരയ്ക്കുന്നു, ഇപ്പുറത്തും ഫോക്കസ് വരയ്ക്കുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുന്നു, ഇവിടെയും സെൻറ്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുന്നു. ഞാൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ലൈക്ക് പാരലായിട്ട് വരുന്നു. റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു. അടുത്തത് ഫോക്കസ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരയ്ക്കുന്നു. ഇത് നേരെ എന്ത് ചെയ്യുന്നു? ഇത് നേരെ ഈ ബിയോണ്ട് സി വന്നിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റിനെ ഞാൻ എ ബി എന്ന് എടുത്തിട്ട് അതിനെ എച്ച് എന്ന് എടുക്കുന്നു. ഇമേജിനെ ഞാൻ ഐ എം അല്ലെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എന്നോ ഐ എം എന്നോ എങ്ങനെ വേണമെങ്കിൽ എടുത്തു. ഐ എം എന്ന് എടുത്തിട്ട് എച്ച് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി നോക്കേണ്ടത് ഇത് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും റൈറ്റിലോട്ടുള്ളതാണ് എടുക്കുന്നത്. ഇതാണ് എഫ്, ഇത് ഇത്രയും ഇമേജ് ഡിസ്റ്റൻസ് വി, ഇത് ഇത്രയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ഓക്കെ ആണല്ലോ. ഞാനിവിടെ മറ്റേ സിമിലാരിറ്റി കൺസെപ്റ്റ് എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ആദ്യം 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണേ. അതായത് ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇതും കൺസിഡർ ചെയ്യാണ്. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണ് എടുക്കുകയാണ്. ആ 2 ട്രയാങ്കിൾ സിമിലർ ആണ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, അതായത് ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ ഐ എം ഒ ആർ എന്താണ് സിമിലർ എന്ന് എടുക്കുകയാണ്. സിമിലർ എന്ന് എടുത്തു കഴിഞ്ഞാൽ സൈഡ്സ് റേഷ്യോയിലായിരിക്കുമല്ലോ. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ ഐ എം ഈസ് ഈക്വൽ ടു ഒ എ ഡിവൈഡഡ് ബൈ ഒ ഐ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് എച്ച് എന്ന് കൊടുക്കുന്നു. ഐ എം എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ആയതുകൊണ്ട് എച്ച് ഐ എന്ന് കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു എന്തെന്നാ ഒ എ എന്ന് പറഞ്ഞാൽ എന്താ, ഒ തൊട്ട് എ വരെയുള്ള ദൂരം യു ആയിട്ട് എടുത്തിട്ടുണ്ട്, യു എന്ന് കൊടുക്കുന്നു. ഒ തൊട്ട് ഐ വരെയുള്ള ദൂരം വി ആയിട്ട് കൊടുക്കുന്നു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ 2 ട്രയാങ്കിളാണ്. ഇതും ഞാൻ സിമിലർ ആണ് എടുക്കാൻ പോവാണ്. അപ്പം അതേതൊക്കെ ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഇത് നമുക്ക് വല്ല ഡി എന്ന് വല്ലതും കൊടുക്കാം. ഒ ഡി എഫ് ആൻഡ് ട്രയാങ്കിൾ ഐ എം എഫ് ആർ എന്താണ്? ആർ സിമിലർ ആയിട്ട് എടുക്കാൻ പോവാണ്. ഇങ്ങനെ സിമിലർ ആണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സ് റേഷ്യോ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് എടുക്കാം? ഒ ഡി ഡിവൈഡഡ് ബൈ ഐ എം ഈസ് ഈക്വൽ ടു ഒ എഫ് ഡിവൈഡഡ് ബൈ എന്താണ്? ഐ എഫ്. ഒ ഡി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒ ഡി എന്ന് പറയുമ്പം എ ബി തന്നെയാണ്, ഹൈറ്റ് ഓഫ് ഇമേജ് ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പം എച്ച് ഒ ഐ എം എച്ച് ഐ ആണ്. ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ഈസ് ഈക്വൽ ടു നമുക്ക് ഒ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒ തൊട്ട് എഫ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഐ എഫ് നോക്കി, ഐ എഫ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് അല്ലേ? ഐ എഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഈ ഒ എഫിൽ നിന്ന്, അതായത് ഒ എഫിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? അല്ല സോറി, ഒ ഐയിൽ നിന്ന് ഒ എഫ് മൈനസ് ചെയ്താൽ പോരെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ഐ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എഫ് കണ്ടുപിടിക്കാൻ ഒ തൊട്ട് ഐ വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഒ തൊട്ട് എഫ് വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ പോരെ? അപ്പം എഫ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒ ഐ മൈനസ് എന്താണ്? ഒ എഫ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം വീണ്ടും നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എച്ച് ഒ ഡിവൈഡഡ് ബൈ എച്ച് ഐ എച്ച് ഒ ഡിവൈഡഡ് ബൈ എച്ച് ഐ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് എഴുതാം? ഒ ഐ എന്ന് പറയുമ്പം ഇമേജ് വി മൈനസ് എഫ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഈ 2 സൈഡും നോക്കി, 2 സൈഡും ഈക്വൽ ആണ്. എച്ച് ഒ ഡിവൈഡ് ബൈ എച്ച് ഐയും എച്ച് ഒ ഡിവൈഡ് ബൈ എച്ച് ഐ ആണ്. ഇതിനെ രണ്ടിനെ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ബൈ വി ഈസ് ഈക്വൽ ടു എഫ് ബൈ വി മൈനസ് എഫ് എന്ന് വരും. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യു ഇൻറ്റു വി മൈനസ് എഫ് ഈസ് ഈക്വൽ ടു വി എഫ് എന്ന് വരുന്നു. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വി മൈനസ് യു എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? വി എഫ് എന്ന് വരുന്നു. ഞാൻ എല്ലാ ടൈമിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാമെന്ന് അറിയാമോ? എല്ലാ ടൈമിനെയും ഞാൻ യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇത് യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇത് യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇത് യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. യു കട്ട് വി വി കട്ട്, യു കട്ട് എഫ് എഫ് കട്ട്, വി വി കട്ട് എഫ് എഫ് കട്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ 1/f വരും, മൈനസ് ഇവിടെ 1/v വരും, ഈസിക്വൽ ടു ഇവിടെ 1/u വരും. ഓക്കെ ആണല്ലോ. സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ എന്തു മാത്രമേ ഉള്ളൂ? നെഗറ്റീവ്. യു മാത്രമേ ഉള്ളൂ നെഗറ്റീവ്. അപ്പോൾ ഇതിന് ഞാൻ നെഗറ്റീവ് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/f ഈസിക്വൽ നെഗറ്റീവ് 1/v അപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് 1/v മൈനസ് 1/u. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ലെൻസ് മേക്കേഴ്സ് അല്ല തിൻ ലെൻസ് ഫോർമുല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഇക്വേഷനോട് ഉണ്ട്. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എം ഈസിക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒയും എം ഈസിക്വൽ ടു വി ബൈ യു ആണ്. സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഒന്നും കാണത്തില്ല, വി ബൈ യു ആയിരിക്കും ലെൻസിൻ്റെ കേസിലുള്ള മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. ഇവിടെയും നമുക്ക് മറ്റേ യു വി എഫും യു വി എമ്മും അല്ല യു എഫ് എമ്മും
വി എഫ് എം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അത് ഈ ലെൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി, വിയും എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു വി ചെയ്യുക, യു എമ്മും എഫും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു യു ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി ഇതിൽ നിന്ന്. ഓക്കെ ആണല്ലോ. അപ്പം അത് ഞാൻ ചെയ്യുന്നില്ല, നേരത്തെ പോലെ കൺസിഡർ ചെയ്താൽ മതി. ഇനിയും പവർ എന്ന് പറയുന്ന കൺസെപ്റ്റും പവറിനകത്ത് ഒരു ഡെറിവേഷൻ കൊണ്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയോട്ടെ, അവിടെ നോക്കിയിട്ട് നിർത്തിയേക്കാമേ. ഓക്കെ, ഇവിടെ നോക്കിയോ, പവർ ഓഫ് ലെൻസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കോൺവെക്സ് ലെൻസ് എടുക്കുന്നു, ഇതിലോട്ട് ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഇതിലോട്ട് ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നു, ഇത് രണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ബെൻഡ് ചെയ്തപ്പം രണ്ട് ആക്ച്വലി ഇതിങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇത്രയും ആംഗിൾ ഉണ്ടാക്കി. ഈ ആംഗിൾ തന്നെ വെർട്ടിക്കലി ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ വെച്ചിട്ട് ഇതും ഡെല്ല് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഹൈറ്റ് എന്നങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ടാൻ ആൽഫ ടാൻ ഡെൽ എടുക്കാൻ പോവാണ്. ടാൻ ഡെൽ ഈസിക്കൽ എന്താ നമുക്കറിയാം, ലൈറ്റ് റേ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് പാസ് ചെയ്യുന്നത് ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫോക്കൽ പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടാൻ ഡെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പോസിറ്റ് എച്ച് ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് കിട്ടും. ഓക്കെ ആണല്ലോ. എച്ചിനെ ഞാൻ 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ 1/f എന്ന് കിട്ടും. 1/f എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി തീറ്റ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആംഗിൾ തന്നു കഴിഞ്ഞാൽ ടാൻ ദാറ്റ് ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും. അല്ലെങ്കിൽ പവർ ഈസിക്കൽ ടു 1/f എന്ന് കണ്ടുപിടിച്ചാലും മതി. അതായത് ഇപ്പോൾ ഒരു കർവേച്ചർ കൂടിയ ലെൻസ് ആണെങ്കിൽ നോക്കിയോ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും, നല്ലതായിട്ട് ബെൻഡ് ചെയ്യും, പവർ നന്നായിട്ട് കൂടുതലായിരിക്കും. കണ്ടോ, ഫോക്കൽ ലെങ്ത് ഇത്രയുമേ ഉള്ളൂ. എന്നാൽ കർവേച്ചർ കുറഞ്ഞ ലെൻസ് ആണെങ്കിൽ, ഫ്ലാറ്റ് ലെൻസ് ആണെങ്കിൽ ഇതിങ്ങനെ ഇതേ വന്ന് കൂട്ടിയിട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്, ഫോക്കൽ പോയിന്റ് ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൊണ്ട് ഇത്രയുണ്ട്, പക്ഷേ ആംഗിൾ കുറവാണ്, ഇവിടെ ആംഗിൾ നല്ല കൂടുതലാണ്. മനസ്സിലായോ? അതായത് പവർ കൂടിയാൽ ഫോക്കൽ ലെങ്ത് കുറയും, പവർ കുറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കൂടും എന്നർത്ഥം. ഓക്കെ ആണല്ലോ. ഒറ്റ ഡെറിവേഷനോടെ പഠിപ്പിച്ചിട്ട് നിർത്തിയേക്കാൻ. ലെൻസിൻ്റെ എന്താണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ ഒരു ഇതാണ്. ആരോ എനിക്കിന്ന് കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നായിരുന്നു. ആരാ, ഹന്നയായിരുന്നോ? ഹന്ന ആയിരുന്നോ? ഹന്ന പോയോ? ഹന്ന ഉറങ്ങിയോ? ഹന്നേ ഇല്ല സർ ആന്ന് തോന്നുന്നു. ഓക്കെ നോക്കി, അതിൻ്റെ കൺസെപ്റ്റ് നോക്കിയോ എങ്ങനെയാണ്. ന്യൂമറിക്കൽ കൺസെപ്റ്റ് അല്ല പറയുന്നത്, എന്നാലും ഇത് വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അവിടെ 3 എണ്ണം ഉണ്ട് കേട്ടോ. അവിടെ മൂന്ന് ലെൻസ് ഉണ്ടെന്നാണ് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. 3 ലെൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഇൻ കോണ്ടാക്ട് ഒരു ഡെറിവേഷനാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം, ആരും ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ പോകും, പക്ഷെ ഇവിടെ നിന്ന് ചോദിക്കും. അപ്പം ഈ 2 ലെൻസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലെൻസിൻ്റെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതായത് ആ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ എന്താവും, കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താവും, കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താവും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 2 ലെൻസ് എടുക്കുന്നു, 2 കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് അതിനെ തന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചു. അപ്പം അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് തന്നെ ഇങ്ങനെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സിംഗിൾ ലെൻസ് കൺസിഡർ ചെയ്യുന്ന പോലെ ഉള്ളൂ. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F1 ആയിട്ട് എടുത്തു, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F2. അത് നമുക്ക് നേരത്തെ അറിയാമല്ലോ, 2 ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, അതിനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ലെൻസ് L1 ആണ്, ഇത് ലെൻസ് L2 ആണ്. ഓക്കെ, ഇതിലോട്ടൊരു ലൈറ്റ് വന്ന് വീണു. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 റിഫ്രാക്ഷൻ കാണിക്കണം, പക്ഷെ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന എന്താ, ലെൻസിന് നടുക്കോട്ട് കൊണ്ടുവച്ചിട്ട് റിഫ്രാക്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ വരയ്ക്കുന്നത്, അത് മതി. ഇപ്പോൾ ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടന്നു, ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടന്നു, ഇങ്ങോട്ട് വന്നു. ഓക്കെ ആണല്ലോ. ശരിക്കും ഇവിടെ ഈ ലെൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണേനെ, നേരത്തെ മറ്റേ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇത് I', ഇത് കൃത്യം ഇമേജ് I. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് O. അങ്ങനെയാണെങ്കിൽ ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. ഇത് ഈ I' അല്ല, ഇതാണ് റിയൽ ആയിട്ടുള്ള ശരിക്കുള്ള ഇമേജ്. അപ്പം ശരിക്കുള്ള ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇതാണ് അതിൻ്റെ V, ഇതാണ് അതിൻ്റെ വെർച്വൽ ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ, V' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ, നോക്കിയോളൂ. ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെൻസിൻ്റെ ലെൻസ് ഫോർമുല എന്ന് നമുക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയോ, ഫസ്റ്റ് ലെൻസിൻ്റെ നമുക്ക് ലെൻസ് ഫോർമുല അറിയാം, 1/f = എന്താ, 1/v - 1/u. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് F1 ആണ്. ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ V' ആണ്. ഫസ്റ്റ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് U തന്നെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനിയും
സെക്കൻഡ് ലെൻസ് എടുക്കുകയാണ്. സെക്കൻഡ് ലെൻസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഫോക്കൽ ലെങ്ത് f2 ആണ് ഈസിക്കൽ ടു അവിടുത്തെ ഒബ്ജക്റ്റ് അവിടുത്തെ ഇമേജ് എന്ന് പറയുമ്പോൾ ശരിക്കും v തന്നെയാണ്. അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ലെൻസിൻ്റെ ഇമേജ് ആയിരിക്കും, അതായത് i' ആയിരിക്കും. അപ്പോൾ അവിടെ v' വേണം എടുക്കാനായിട്ട്. അതൊക്കെ ഓൾറെഡി നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നു കേട്ടോ. 1 ഇവിടെ നമുക്ക് v' എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ ഇക്വേഷൻ 2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/f1 + 1/f2 എന്ന് എടുക്കാം ഈസിക്വൽ ടു 1/v' മൈനസ് 1/u പ്ലസ് 1/v മൈനസ് 1/v' എന്ന് എടുക്കാം. -1/v' പ്ലസ് 1/v' വെട്ടിപ്പോയി, ബാക്കി 1/f1 പ്ലസ് 1/f2 ഈസിക്വൽ എന്നു വരും 1/v മൈനസ് 1/u എന്ന് എഴുതാം. 1/v മൈനസ് 1/u എന്ന് പറയുമ്പോൾ 1/f ആണല്ലോ. അപ്പോൾ 1/f1 പ്ലസ് 1/f2 ഈസിക്വൽ എന്നു എഴുതാം 1/f എന്ന് എഴുതാം. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇനി ഇതിനെ പവറിലോട്ട് മാറ്റണമെങ്കിൽ ഈ കോമ്പിനേഷൻ ചെയ്ത ഇതിൻ്റെ പവർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി, 1/f p ആണ് കമ്പൈൻ ചെയ്യുന്ന ആളുടെ പവർ. അതെന്ത് ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന രണ്ടാളുടെ പവർ തമ്മിൽ കൂട്ടിയാൽ മതി. കാരണം എന്താ, 1/f1 എന്ന് പറയുമ്പോൾ p1 ആണ്, 1/f2 എന്ന് പറയുമ്പോൾ p2 ആണ്. ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. പക്ഷേ മാഗ്നിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പാടില്ല, ഇൻറ്റു ആണ്. മാഗ്നിഫിക്കേഷൻ m1 ഇൻറ്റു m2 എന്നായിരിക്കും വരിക. അതായത് നമ്മുടെ ക്യാമറയ്ക്കകത്ത് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറയ്ക്കകത്ത് നമ്മൾ ലെൻസ് ഘടിപ്പിക്കുമല്ലോ. അപ്പോൾ ക്യാമറയ്ക്ക് ഓൾറെഡി ഒരു ലെൻസ് ഉണ്ട്, ഒരു പവർ ഉണ്ട്, ഒരു റെസൊല്യൂഷനുള്ള ഒരു ലെൻസ് ഉണ്ട്. അതിലോട്ട് മറ്റേ ഒരു 90 mm അല്ലെങ്കിൽ 200 mm അല്ലെങ്കിൽ ടെലസ്കോപ്പിക് ലെൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ആ രണ്ട് ലെൻസിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റാണ് നമുക്കവിടെ ആ ഒരു സ്ക്രീനിൽ കിട്ടുന്നുണ്ടാകുക അല്ലെങ്കിൽ ഫോട്ടോയിൽ കിട്ടുന്നുണ്ടാകുക. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് കൺസെപ്റ്റ് പറയാനുണ്ട്, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. പ്ലസ് പ്രിസത്തിൻ്റെയും പ്രിസം ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് 3 എണ്ണം. ആ 3 ഡെറിവേഷനോ പഠിച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. പ്ലസ് ന്യൂമറിക്കലൂടെ ചെയ്യണം. ന്യൂമറിക്കൽ നല്ല അടിപ്പൻ ന്യൂമറിക്കൽ അറിയാലോ. ഇതിനകത്തുനിന്നൊരു 14 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക് 14 10 അതിന് ആ റേഞ്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.